ദൈവനാമത്തിന് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ യാത്രയിലും ശുശ്രൂഷയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നുള്ളത് ഇത് ഒരു അനുഭവമായിട്ട് തീർന്നു. കാരണം 4 ദിവസം തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ എടുത്ത് 5-ാം ദിവസം 2 സർവീസിൽ മെസ്സേജ് പറയുക എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ അത്ര ഒരു സാധ്യമായ കാര്യമാണെന്ന് തോന്നിയിരുന്നില്ല. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിൽ ഞാൻ അടുപ്പിച്ച് 2-3 ദിവസമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് പലരിക്കും നീര് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രയാസവും കൂടാതെ നല്ല സ്വരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ക്ലാസ്സുകളും ഇത് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പരിശുദ്ധാത്മ സ്നാനം എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പല സഭാ വിഭാഗങ്ങളിലും ഈ വിഷയത്തിൽ പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അത് മാറുന്നതിന് വചനം വളരെ ഡിവൈഡ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം, വിഭാഗിച്ച് തന്നെ നമ്മൾ പഠിക്കണം. പൊതുവായി ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ട്, ഒരു വാക്യം എടുത്തിട്ട് അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പഠനം അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് വലിയ ദോഷം ചെയ്യും. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് കിട്ടിയ ചില ചോദ്യങ്ങളുടെ ഒരാകത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു 2 പ്രാവശ്യം മാത്രമാണ് ആത്മസ്നാനം എന്നുള്ള സംഭവം, വചനം ആത്മസ്നാനമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സംഭവം 2 പ്രാവശ്യം മാത്രമാണ് ബൈബിളിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ചില ചോദ്യങ്ങൾ വന്നത്, അന്യഭാഷയിൽ സംസാരിച്ച കുറെ ഇൻസിഡൻസ് എന്നോട് പറഞ്ഞിട്ട് അവിടെയെല്ലാം ആത്മസ്നാനമല്ലേ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വ്യക്തി വളരെ വളരെ അദ്ദേഹത്തിന് മനസ്സിലായ രീതിയിൽ തന്നെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോയില്ലേ? അങ്ങനെ അത് തെറ്റിപ്പോയെന്ന് വരിക നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ തെറ്റിപ്പോയില്ലേ? വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമായിരുന്നു അത്. എന്നാൽ അതിനുള്ള മറുപടി അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായും പറഞ്ഞു, ഈ നമ്മുടെ ഗ്രൂപ്പിൽ വിട്ടു. എങ്കിലും ഒന്ന് ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അതൊന്ന് നടത്തിയിട്ട് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ പറ്റിയ കുഴപ്പം, ഈ അന്യഭാഷ പറയുന്നിടത്ത് എല്ലായിടത്തും ആത്മസ്നാനം നടന്നു എന്നൊരു തെറ്റിദ്ധാരണ ഈ പറയുന്ന ആളിനും പലർക്കും ഉണ്ടായി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്യഭാഷ എന്ന് പറഞ്ഞ ആത്മവരങ്ങളിൽ ഒന്ന് മാത്രമാണ്. വേറെ ഇഷ്ടംപോലെ വരങ്ങളുണ്ട്. ആത്മസ്നാനത്തിൽ അന്യഭാഷയോ പ്രവചനമോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്രത്യേകിച്ച് അവിടെ നടന്നപ്പോൾ അന്യഭാഷയിൽ സംസാരിച്ചു എന്നുള്ള അതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. പക്ഷേ ആത്മാഭിഷേകം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് പല ആളുകളും ഈ വിഷയത്തെ സമീപിക്കുന്നത്. അത് നമ്മൾ മാറ്റണം. കാരണം അഭിഷേകം എന്ന് പറയുന്ന സംഗതി എല്ലാ ക്രിസ്ത്യാനിക്കും, യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും യേശുവിനോട് ചേരുമ്പോൾ കിട്ടുന്നതാണ് ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്നതല്ല, അത് യേശുവിൽ കൂടി നമുക്ക് കിട്ടുന്നതാണ്. യേശുവിൻ്റെ ശരീരം, യേശുവാണ് നമ്മുടെ ഈ സഭയുടെ ശിരസ്, ആ സഭയായ ശരീരമാണ്. അപ്പം ആ ശിരസിൽ കിട്ടിയ അഭിഷേകം, യേശു എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ്, അഭിഷക്തനാണ്, മശിഹയാണ്. ആ അഭിഷേകം നമ്മിലേക്ക്, അവയവങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് ആത്മാഭിഷേകം എന്ന് പറയുന്നത്. ഇതിനെ പല സഭകളും തെറ്റായി ധരിച്ചിട്ട് ഈ അന്യഭാഷ എന്ന് പറഞ്ഞാണ് ഏകവും പ്രത്യക്ഷവുമായ അടയാളം ആത്മാഭിഷേകത്തിന് എന്ന് മനുഷ്യരുണ്ടാക്കിയ എന്തോ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. വേദപുസ്തകത്തിൽ
ഒരിടത്തും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാൻ സാധിക്കത്തില്ല. അഭിഷേകം എന്ന് പറയുന്നത് എല്ലാ ക്രിസ്ത്യാനിക്കുമുള്ളതാണെന്ന് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. ആ അഭിഷേകത്തിന്റെ അടയാളം ആയിട്ടല്ല നമ്മൾ അന്യഭാഷയെ കാണേണ്ടത്, മറിച്ച് കൃപാവരങ്ങളിലൊന്നായിട്ടാണ് അന്യഭാഷയെ കാണേണ്ടത്. അപ്പോസ്തലന്മാര് തലമേൽ കൈവെക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ആത്മാവ് നിശ്ചയിക്കുന്നത് പോലെ, ആത്മാവിന്റെ ഇഷ്ടം പോലെ ഇത് ആദിമസഭയിൽ പകുത്തു കൊടുത്തിരുന്നു. ആത്മവരങ്ങൾ, നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് എന്ന് പറയുന്ന ആത്മവരങ്ങളെ സംബന്ധിച്ചാണ്. അത് വരുമ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അല്പം ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരിക്കുക. നമുക്ക് ഇത് ആകത്തുകയിൽ ഒരു ആശയം പിടികിട്ടിയിട്ട് വേണം നമ്മൾ ആ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ചോദ്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് ചോദ്യം എന്തുമായിക്കോട്ടെ നിങ്ങൾ ചോദിച്ചുകൊള്ളുക. അത് പറയേണ്ടതാണെങ്കിൽ മറുപടി പറയാം, അല്ലെ കാത്തിരിക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നമ്മൾ ഈ പഠനത്തെ നടത്തുവാനെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണ്ടെന്നുള്ളതിന്റെ അടയാളം അന്യഭാഷയായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് പ്രത്യേകിച്ച് അറിവില്ലാത്ത പല വിശ്വാസികളിലും ഈ സംഗതി ഉണ്ടെങ്കിലേ ആത്മാവുള്ളൂ. അതുകൊണ്ടാണ് ചർച്ച ക്രൈസ്തവരെ കുറിച്ച് കേൾക്കുമ്പോഴേ പറഞ്ഞ അവർക്ക് ആത്മാവില്ല. വളരെ ബാലിശവും അർത്ഥശൂന്യവുമായിട്ടുള്ള ഒരു പക്വതയില്ലാത്ത ഒരു വിലയിരുത്തലാണത്. പരിശുദ്ധാത്മാവ് ഈക്വൽസ് അന്യഭാഷ എന്ന് അവർ ധരിച്ചു പോകുന്നു. അത് അവരുടെ ഒരു ബലഹീനതയാണ്. ഈ പഠനം പൂർത്തിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് വചനം എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ബോധ്യമാകും. അങ്ങനെയെങ്കിൽ ഒരുവരിൽ ആത്മാവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ അറിയാം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. എത്ര സത്യമാണത്! നമുക്ക് പ്രായോഗികമായി നോക്കിയാലും മനസ്സിലാകുന്നതല്ലേ. ഒരു ഫലവൃക്ഷം, മാവോ അല്ലെങ്കിൽ പ്ലാവോ, അതിൽ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ രുചി നോക്കിയിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്. എന്ത് തരം മാവാണ്, എന്ത് തരം പ്ലാവാണ് എന്നൊക്കെ നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ ഫലം അറിയണം. ഇതാണ് മത്തായി 7-ാം അധ്യായത്തിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കർത്താവ് പറഞ്ഞു. കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. വൃക്ഷത്തെ അതിന്റെ ഫലത്താൽ അറിയാം. അപ്പൊ ആത്മാവിന്റെ ഫലമെന്ന് പറയുന്നത് എന്താണ്? കൊരിന്ത്യർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 13:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 13:4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ ക്ലിയർ ആണ്. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ്. അത് ഗലാത്യ ലേഖനം 5:22 സ്നേഹത്തിന്റെ പല പല ഭാഗങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് 9 കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും വിചാരിക്കുന്നത് ആത്മാവിന് ഒത്തിരി ഫലങ്ങളുണ്ടെന്നാണ്. ഫലങ്ങളല്ല അവിടെ പറയുന്നത്, ആത്മാവിന്റെ ഫലമോ എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ ആ ഒരു ഫലത്തിന്റെ തന്നെ വിവിധ വശങ്ങളാണ്. സ്നേഹത്തിന്റെ വിവിധ വശങ്ങളാണ് സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ ഫലമാണ്. ആ ഫലത്തിന്റെ വിവിധ അത് പ്രവൃത്തിയിൽ വരുമ്പോൾ കാണിക്കുന്ന വിവിധ വശങ്ങളാണ്. പലരും അറിയാതെ പറയുന്നുണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ തെറ്റായിട്ടൊന്നും ഭയങ്കര തെറ്റ് ചെയ്യുന്നൊന്നും പറയുമല്ല. പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആത്മാവ് ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഒരു സ്നേഹം ഉണ്ടോ എന്നുള്ളതാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലാവർക്കും സ്നേഹമുണ്ടല്ലോ. നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മൾ തിരിച്ചു സ്നേഹിക്കാറില്ലേ? അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിനാണ് ഞാൻ 1 കൊരിന്ത്യർ ഭാഗം നിങ്ങളെ ഓർപ്പിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 1 കൊരിന്ത്യർ 13:4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് തന്നെ ഒരു വലിയ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ആത്മാവിന്റെ ഫലമായ സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി മുമ്പോട്ട് പോകുവാൻ. അപ്പോൾ അന്യഭാഷ തുടങ്ങിയ വരങ്ങൾ ആത്മസ്നാനം ലഭിച്ച അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാലാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഉദ്ദേശം എന്നുള്ളത്. ആത്മസ്നാനത്തിന്റെ ഉദ്ദേശം നമ്മൾ ചെറുതായിട്ടൊന്ന് ആരംഭിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ചെറിയ റീക്യാപ്പ് വേണം. പഴയതിൻ്റെ ഒരു ചെറിയ നട്ഷലായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യമുണ്ട്.
അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ രണ്ട് സന്ദർഭങ്ങളിലാണല്ലോ. യഹൂദന്മാർക്ക് അത് കിട്ടിയത് പെന്തക്കോസ്ത് നാളിൽ, അതായത് അപ്പോസ്തലന്മാർ, യഹൂദന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് സംഭവിച്ചത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ജാതികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊർന്നല്യോസിനും അദ്ദേഹത്തിന്റെ ചില സ്നേഹിതന്മാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. കൊർന്നല്യോസിന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും പേർക്കാണ് ജാതികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണും. അപ്പൊ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെന്തക്കോസ്ത് നാളിലെ ഉദ്ദേശം ഒന്ന് വളരെ ഓടിച്ചൊന്ന് പറഞ്ഞു പോയായിരുന്നു. അതിൽ ഒന്ന് വിശദീകരണം ആവശ്യമുണ്ട്. അതിനോട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു ചില സംശയങ്ങൾ. അപ്പോൾ നമുക്കതൊന്ന് റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പെന്തക്കോസ്ത് നാളിലെ ഉദ്ദേശം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ വേറെ വലിയ വ്യാഖ്യാനത്തിനൊന്നും അവിടെ ആവശ്യമില്ല. അവിടെ കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മേൽ വരുന്നെന്നുള്ളത് നിങ്ങൾ ആരും മറക്കരുത്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വസിക്കുന്നതും മേൽ വരുന്നതും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. മേൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരുടെ മേൽ വന്നിട്ടുള്ളെന്നുള്ളത് മനുഷ്യർക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും. ഉള്ളിൽ വന്നത് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ ഉള്ളിൽ വരുമ്പോൾ ഉള്ളത് അറിയാൻ പറ്റുന്നതിനാണ് ഞാൻ ഫലമെന്ന് പറഞ്ഞത്. ഇവിടെ അതിശക്തമായിട്ടുള്ള ചില അത്ഭുതകരം എന്ന് പറയാം, അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ മേൽ വരുമ്പോൾ നടക്കുന്നത്. യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അതിന്റെ കാര്യം എന്തിനു വേണ്ടിയാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ സാക്ഷികളാകുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം അവരുടെ മേല് വരും എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം ഈ അപ്പോസ്തലന്മാർക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നും ഉള്ളവരായിരുന്നില്ലല്ലോ. അവര് സാധാരണ മനുഷ്യരായിരുന്നു. കുറച്ച് പേർക്കൊക്കെ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും മുക്കുവരായിരുന്നു. അത്യാവശ്യം അറിവുണ്ട് എന്നുള്ളതല്ലാതെ പണ്ഡിതന്മാരൊന്നും അല്ലായിരുന്നു അവർ. അപ്പൊ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റു മനുഷ്യർക്കൊന്ന് മനസ്സിലാകണ്ടേ. ആ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇത് ദൈവത്തിൽ നിന്നാണ് വന്നെന്ന് മനസ്സിലാക്കണ്ടേ. അതിനൊക്കെ ചില പ്രത്യേക ശക്തികളും വരങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. അതിനൊരു പ്രത്യേക ധൈര്യം ആവശ്യമുണ്ട്. ഇതെല്ലാം ഈ ആത്മസ്നാനം കൊണ്ടാണ് പേടിച്ചു വരണ്ടിരുന്ന കുറച്ച് ദിവസം ആയുള്ളൂ യേശുവിനെ ക്രൂശിച്ചിട്ട്. അവരുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്, അതേ സ്ഥലത്ത് വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു ശക്തി ആവശ്യമാണ്. അത് നൽകുന്നതിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പൊതുവെ രണ്ട് കാര്യങ്ങളുണ്ട് ഈ ശക്തി ലഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. രണ്ട് കാര്യങ്ങൾക്ക് ശക്തി ലഭിക്കണം. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിനും അവനിലുള്ള രക്ഷയ്ക്കും സാക്ഷികളാകണം. അക്കൂടെ എന്ന് പറഞ്ഞോട്ടെ, അപ്പോസ്തലന്മാർക്ക് മാത്രമേ ഈ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാവുക എന്നുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. ഇന്ന് ആർക്കും അപ്പോസ്തലനാകാൻ പറ്റില്ല. അത് തികച്ചും വ്യത്യസ്തമായ വേറൊരു വിഷയമാണ്. എങ്കിലും ഈ കൂടെ അങ്ങ് പറയുന്നുള്ളേ ഉള്ളൂ. അപ്പോസ്തലനാകണമെങ്കിൽ അതിന് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയാകണം. അങ്ങനെയാണ് മത്തിയാസിനെ എടുക്കുന്നത്. അവിടെ ക്വാളിഫിക്കേഷന് പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. യേശുവിനെ കണ്ടവനായിരിക്കണം, ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടവനായിരിക്കണം. ഈ കൂടെ ചേർത്ത് പറയുകയാണ്, പൗലോസിന് ആ ക്വാളിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് ദമസ്കോസിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് പ്രത്യക്ഷനായത്. അല്ലാതെ പൗലോസിനോട് നീ സ്നാനമേൽക്കണമെന്ന് കർത്താവ് പറയുന്നു പോലും ഇല്ലല്ലോ. ആ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു അനന്യാസ് എന്ന് പറഞ്ഞൊരു ശിഷ്യനെയാണ്. അതുകൊണ്ടാണ് അവർ ചെന്നപ്പോൾ അനന്യാസ് വരികയും നീ താമസിക്കുന്ന എഴുന്നേറ്റ് അവനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റതിൻ്റെ പാപങ്ങളെ കഴുകിക്കളയാന്നൊക്കെ പറഞ്ഞതിൻ്റെ റീസൺ ഇത് യേശു തന്നെ പറഞ്ഞില്ല. യേശുവിന് പറഞ്ഞാൽ മതിയായിരുന്നു, നീ അങ്ങോട്ട് പോയി സ്നാനപ്പെട്ട ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചു. അവനല്ല പറഞ്ഞു. അപ്പോൾ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ദാസന്മാരായ നമ്മളെ ഓരോരുത്തരെയും അനന്യാസിനെയും ഒക്കെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാനത്തിനും യേശുവിലൂടെയുള്ള രക്ഷയ്ക്കും സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് ഒന്നാമത്തെ ശാക്തീകരണം. രണ്ടാമത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതാണ് കർത്താവിൻ്റെ സഭ, അല്ലെ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നെല്ലാം പറഞ്ഞ ഒന്നാണ്. ആ സംഗതി ആരംഭിച്ചത് അതിനുള്ള ഒരു ശക്തി വേണം. അത് നോക്കുക, അവിടെ ഈ വളരെ പ്രതികൂലമായൊരു സാഹചര്യം. യേശുവിനെ ക്രൂശിച്ച ആൾക്കാർ അവിടെ ഉണ്ട്. ക്രൂശിക്ക എന്ന് പറഞ്ഞവന്മാരവിടെ ഉണ്ട്. അവരോടാണിത് സംസാരിക്കേണ്ടത്.
അപ്പൊ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്നാ ചെയ്യണം സഹോദരന്മാരെ എന്നൊക്കെ ഇവര് അങ്ങ് നിലവിളിച്ച് ചോദിക്കുന്നത് പോലെയുള്ള ഫീലിംഗ്, ഇമോഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അത്രയ്ക്ക് ശക്തമായി ദൈവത്തിന്റെ വചനം പറയണമെങ്കിൽ ഈ ഭയപ്പെട്ടൊളിച്ചിരുന്നവരായ ഈ 12 പേർക്ക് എവിടുന്ന് കിട്ടിയ ശക്തി? അവർക്ക് ശക്തി കിട്ടണമെങ്കിൽ ആത്മസ്നാനം തന്നെ വേണം. ചെറിയ അളവിൽ പോരാ, അത് അവരുടെ മേൽ തന്നെ പറഞ്ഞു. ഇതൊക്കെ യേശുവിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വാങ്ങിപ്പോരുത്, നിങ്ങളുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ ശക്തി കിട്ടണം ആദ്യമേ, അതുകൊണ്ട് യെരൂശലേമിൽ തന്നെ നിങ്ങൾ പോയി കാത്തിരിക്കണം എന്നെല്ലാം പറഞ്ഞതിന്റെ കാരണം ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ ഇത് നൽകിയതിന്റെ കാരണം നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ ചില വ്യക്തമായിട്ടുള്ള തെളിവെല്ലാം കൂടി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഈ മാളിക മുറിയിൽ വെച്ച് ഈ അപ്പോസ്തലന്മാരോട് യേശു പറയുന്നു, യോഹന്നാൻ 14:26 അത് പറയുന്നത്. ഞാനത് വായിക്കാം. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും നോക്കുക, ഇവർക്ക് അധ്യാപകന്മാരായിട്ട് ഒരു ശുശ്രൂഷയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ആദിമസഭയ്ക്ക് ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഒന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിളൊന്നും വന്നില്ല, പുതിയ നിയമം വന്നില്ല. അപ്പോൾ ദൈവം നൽകിയ അരുളപ്പാടുകൾ ഈ അത്ഭുതകരമായ ഈ വരങ്ങളിലൂടെ ആത്മസ്നാനത്തിൽ കൂടി ലഭിച്ച ഈ ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കാനായിട്ടുള്ള ആ കഴിവ്, അത് പ്രസ്താവിക്കാനായിട്ടുള്ള ആ ശക്തി, ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ആത്മസ്നാനം പെന്തക്കോസ്ത് നാളില് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചത്. ഇനി പരിശുദ്ധാത്മാവ് 2 രീതിയിലാണ് ആ ശക്തി അവരിൽ നമ്മൾ വ്യക്തമാക്കി തരുന്നത്. ഒന്നാമത്തേത്, യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. പക്ഷെ അവർക്കിത് മുഴുവനും ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം യേശു കൂടെ ഉള്ളപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. രണ്ടാമത്തെ ഭാഗം യേശു പഠിപ്പിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അവർ. അത് ഡയറക്റ്റ് ആയിട്ടുള്ള വെളിപ്പാടിൽ കൂടിയാണ് കിട്ടുന്നത്. ജ്ഞാനം അത് ചിലപ്പോൾ അന്യഭാഷകളിൽ കൂടി അവർക്ക് ലഭിച്ചെന്ന് വരാം. അതൊക്കെ ഇങ്ങോട്ട് ഇത് അരുളപ്പാട് കിട്ടാനുള്ള പ്രവചനം തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് അവർക്ക് ചില കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം റെവലേഷൻ കിട്ടാനായിട്ടുള്ള വചനപ്രകാരമുള്ള 1-ാം നൂറ്റാണ്ടിലെ ഈ അംശമായിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പൊ അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. അംശമായിട്ടൊക്കെ പല 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 ഭാഗങ്ങളിലൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം ഓരോരോ അപ്പോസ്തലനിലൂടെ. പക്ഷെ അത് പൂർണ്ണമായിട്ട് വരുന്നത് വരെയും ഈ അംശമായിട്ടുള്ളത് കിട്ടണം. അത് നമ്മൾ വരങ്ങളുടെ കൂട്ടത്തിൽ വീണ്ടും കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്പോസ്തലന്മാർക്ക് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നമുക്കറിയാമല്ലോ, മനുഷ്യരൊക്കെ മറവിയുള്ളവരാണ്. പിന്നെ നമുക്കറിയാം, ഒരു വലിയ വിദ്യാഭ്യാസമുള്ളവരും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആത്മസ്നാനത്തിലൂടെ അവർക്ക് കർത്താവ് അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മയിൽ വന്നു. രണ്ടാമത്, ഡയറക്റ്റ് ആയിട്ടുള്ള കുറെ റെവലേഷൻസ് കർത്താവ് ഇനി സഭയ്ക്ക് ആവശ്യമായ ഒത്തിരി പഠിപ്പിക്കലുകളുണ്ട്. അതെല്ലാം അവരിലൂടെ കൊടുക്കുകയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 16:12-13 വാക്യങ്ങളിൽ, ഇനി വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. നമുക്ക് എത്ര വ്യക്തമാണിത്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ അതുകൊണ്ടാണ് ഈ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പ്രവൃത്തികൾ 2:42. അവർ കൂടി വരുമ്പോൾ എല്ലാവരും കയറി ഉപദേശം പറയല്ലായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ അയച്ചും പ്രാർത്ഥന കഴിച്ചും അപ്പം നുറുക്കിയൊക്കെ പോകും. അപ്പൊ ആദിമസഭയുടെ ആരാധനാ രീതി തന്നെ ഇതായിരുന്നു. വേറെ ഉള്ളവർക്ക് ഇതില്ല. പിന്നീട് അപ്പോസ്തലന്മാർ 12 പേരല്ലേ ഉള്ളൂ. അപ്പൊ അവർ ആ പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ അവര് കൈവച്ച സഭയിലുള്ള ഈ വരങ്ങളിൽ ചിലത് പകുത്തു കൊടുത്ത ആൾക്കാർക്കും 1-ാം നൂറ്റാണ്ടില് ഈ ജ്ഞാനവും പ്രവചനവും അന്യഭാഷയും ഇങ്ങനെ ദൈവീക ജ്ഞാനങ്ങൾ ഇങ്ങോട്ട് കിട്ടാനുള്ള വഴി. പക്ഷെ ഒരാൾക്കെല്ലാം കിട്ടിയിട്ടില്ല, കുറേശ്ശെ കിട്ടുന്നുള്ളൂ. അത് അംശമായൊരു വഴിയാണ്. അതും പൂർണ്ണമായ വചനം വരുമ്പോൾ തീർന്നു പോകുമെന്ന് പിന്നീട് നമ്മൾ പഠിക്കും.
അപ്പൊ ഈ രീതിയിൽ മൊത്തത്തിൽ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായെങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ശരിക്കും ഗ്രഹിക്കുവാനായിട്ട് വചനപ്രകാരം സാധിക്കത്തുള്ളൂ. ഇനി രണ്ടാമതായിട്ട് ഇങ്ങനെ ഇവർക്ക് ഇപ്പം ശക്തി ലഭിക്കേണ്ടത് ഇത് ഓർക്കാനും പുതിയ കാര്യങ്ങൾ കേൾക്കാനും അത് പഠിപ്പിക്കാനുമാണ്. രണ്ടാമത്തേത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലേ യഹൂദന്മാർ പ്രത്യേകിച്ച് വിശ്വസിക്കത്തുള്ളൂ. യഹൂദൻ എപ്പോഴും എന്തെങ്കിലും അടയാളം വേണം. അപ്പോൾ ഇത് ദൈവത്തിന്റെ ആളാണ് ഇദ്ദേഹം, അല്ലെ ഇദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവമാണ് എന്നൊക്കെ ആ യഹൂദന്മാർ വിശ്വസിക്കണമെങ്കിൽ, വീണ്ടും ഞാൻ പറയുകയാണ്, യേശുവിനെ ക്രൂശിച്ചിട്ട് അധികം നാളായില്ലല്ലോ. ആ സ്ഥലത്ത് തന്നെയാണ് ഈ പരിപാടികളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പൊ അതുകൊണ്ട് ആ അത്ഭുതങ്ങൾ ചെയ്ത് ഉറപ്പിക്കാനായിട്ട് ശക്തി അപ്പോസ്തലന്മാർക്കാണ് ലഭിച്ചത്. പിന്നീട് അവർ കൈവപ്പ് നൽകി ആത്മവരങ്ങൾ കിട്ടിയവർക്കുമുണ്ട്. അപ്പോ ആ സീക്വൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരിലൂടെയാണ് ആത്മവരങ്ങൾ മറ്റുള്ളവർക്ക് പിന്നീട് കിട്ടുന്നത്. പക്ഷെ ആദ്യം ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മസ്നാനം കിട്ടണം. ആത്മസ്നാനത്തിലൂടെ അപ്പോസ്തലന്മാർക്ക് ഈ വരങ്ങൾ ഒരുപക്ഷെ ഒരാൾക്കെല്ലാം കിട്ടിക്കാണുന്നതായിരിക്കും, നമുക്കത് വ്യക്തതയില്ല കാര്യത്തിൽ. പക്ഷെ കൈവപ്പ് നടത്തുമ്പോൾ അത് ലഭിക്കുന്നയാളിന് 1 or 2 ഒക്കെ വരങ്ങൾ കിട്ടിയെന്നുള്ളതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. അപ്പൊ മർക്കോസ് 16:17 നല്ല ഒരു ഇതിന് അടിസ്ഥാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 16:17 ഈ അപ്പോസ്തലന്മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളും ആ ഒരു പാസേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമുക്കൊന്ന് ഞാനൊന്ന് നിങ്ങളുടെ അറിവിലേക്കൊന്ന് വായിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് പല ആളുകളും ധരിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ എന്ന് പറഞ്ഞാൽ ഇന്നൊരാൾ പോയി അങ്ങോട്ട് വിശ്വസിക്കുവാണെങ്കിൽ അവന് ഈ അടയാളം എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയല്ല അവിടെ പറയുന്നത്. ആ കോണ്ടക്ഷൻ നോക്കിയാൽ സംസാരിക്കുന്ന അപ്പോസ്തലന്മാരോടാണ്. ആ അപ്പോസ്തലന്മാരോട് പറയുകയാണ്, വിശ്വസിക്കുന്ന ആളുകളിൽ ആളുകളാൽ ഈ കാര്യങ്ങൾ, ഈ അടയാളങ്ങൾ നടക്കും. നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ പിന്നാലെ വന്നിരിക്കുന്ന അപ്പോസ്തലന്മാർ, ഞാൻ നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കണം എന്ന് പറയുന്ന കോണ്ടക്ഷനാണ് പറഞ്ഞത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോ ഒരാൾ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവൻ ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് പോകുന്നുള്ളതല്ല. അങ്ങനെയുള്ള ഓരോ ക്രിസ്ത്യാനിയെക്കുറിച്ചും അല്ല ഇവിടെ പറയുന്നത്, മറിച്ച് അപ്പോസ്തലന്മാരെ കുറിച്ചാണെന്നുള്ള ഈ പാസേജ് ക്ലോസ് ചെയ്യുമ്പം ഒന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നമുക്ക് തുടർന്ന് വായിക്കാം. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. ഇവിടെ പുതുഭാഷ എന്ന് പറഞ്ഞത് ഇപ്പം ഇല്ലാത്തൊരു ഭാഷ എന്നുള്ളതല്ല, അവർ പഠിച്ചിട്ടില്ലാത്ത ഭാഷയാണ്, അത് അവർക്ക് പുതിയതാണ്. അപ്പൊ അങ്ങനെയുള്ള പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. പിന്നെ രോഗശാന്തിയുടെ കാര്യം പറയുകയാണ്, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതെല്ലാം ഒരു ലിസ്റ്റ് പറയുകയാണ്. ഈ അപ്പോസ്തലന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് 20ാമത്തെ വാക്യത്തിൽ അതേ കോണ്ടക്ഷനിൽ പറയുകയാണ്, ഈ അത്ഭുതങ്ങളുടെ ഉദ്ദേശമാണ് അവിടെ പറയുന്നത്. അവർ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? അപ്പൊ അവിടെയാണ് നിങ്ങൾ ആ കോണ്ടക്ഷനിൽ അതിനെ മനസ്സിലാക്കുക. ഇത് എല്ലാവരോടും പറഞ്ഞ കാര്യമല്ല, അപ്പോസ്തലന്മാരോട് പറയും. എന്നിട്ട് അവർ പുറപ്പെടുക, അവരാണ് ചെയ്യുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. കണ്ടിന്യൂസ് ടെൻസ് ആണ്. വചനത്തെ അവിടെ ഉറപ്പിച്ചു പോരുക, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശ്വസിച്ച എല്ലാ വിശ്വാസികളും അല്ല ചെയ്തത്. ഇത് അപ്പോസ്തലന്മാരെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം ഈ ആത്മസ്നാനത്തിലൂടെ ശക്തി ലഭിച്ചിട്ട് അവര് അടയാളങ്ങളെ പ്രവർത്തിച്ച് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവം നൽകിയതാണ് എന്ന് ജനത്തിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മുമ്പിൽ, അടയാളങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പിൽ അത് തെളിയിച്ചു കൊടുക്കുകയാണ്. ഇനി പെന്തക്കോസ്ത് നടന്നതിന്റെ 3ാമത്തെ ഉദ്ദേശം, ഈ ആത്മവരങ്ങള് ഇപ്പോൾ ഇവർക്ക് ഇത് ലഭിച്ചതാണ്. ആത്മവരങ്ങൾ ആത്മസ്നാനത്തിലൂടെ. ഈ വരങ്ങള് അവർക്ക് മാത്രമായിട്ടല്ല സഭയിൽ ഉപയോഗിക്കേണ്ടത്, അത് അവര് കൈവച്ചിട്ട് കുറെ ആളുകൾക്ക് കൊടുക്കുകയാണ്. അല്ലാതെ വിശ്വസിച്ച് സ്നാനമേറ്റ എല്ലാ വിശ്വാസിയും ഇങ്ങനെ ചെയ്യുന്നില്ല.
അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ അതാണ് വിഭജിച്ച് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു വാക്യം വായിച്ചു വെച്ചിട്ട് വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളം നടക്കുന്നതാണ്, വിശ്വസിക്കുന്ന എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നു. അങ്ങനെയല്ല. അങ്ങനെ പഠിച്ചെന്നാൽ വലിയ അബദ്ധങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചാൽ വരുന്നൊരു കുഴപ്പം, ഇപ്പൊ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരികിൽ എൻ്റെ വിശ്വാസം പോരാന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കുമെന്ന് പറയുന്നത് അപ്പോസ്തലന്മാരോടാണ്. അപ്പോസ്തലന്മാർ അത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആത്മവരങ്ങൾ ഇന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ ആ ഭാഗം വിശദമായിട്ട് പഠിക്കും. ആത്മവരങ്ങൾ കൈവപ്പിലൂടെ നൽകാൻ സാധിക്കുന്ന ആരും ഇന്ന് ഭൂമുഖത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്നും കൈവപ്പ് ലഭിച്ച ആളുകൾ അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ആവശ്യം തീർന്നു, ഇത് നിന്നുപോയി ഈ വരങ്ങൾ. അപ്പൊ ഇതൊക്കെ വളരെ ചിട്ടയോടുകൂടി നമ്മൾ പഠിച്ചാൽ മാത്രമേ അതിനെ ഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ. തോക്കിൽ കയറി വെടിവെക്കരുത്. കാരണം ഇപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ പല 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 ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. എന്നാൽ അല്പം ക്ഷമ കാണിക്കുക. നമുക്ക് ആത്മവരങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഓർഡർ നമുക്ക് വളരെ ക്ലിയർ ആവും. അപ്പോസ്തലന്മാര് അവര് കൈവപ്പ് നൽകിയവർക്ക് വരങ്ങൾ 1, 2, 3 ഒക്കെ കിട്ടിക്കാണും. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ആളില്ല. അപ്പോസ്തലന്മാരില്ല ട്രാൻസ്ഫർ ചെയ്യാൻ, അവരുടെ ആയുസ് തീർന്നു. ആ സമയമായപ്പോഴേക്കും വചനം പൂർണ്ണമായി കിട്ടി. പിന്നെ ഇതിന്റെ ആവശ്യം നമുക്കില്ല. ഇതാണ് ഈ ക്ലാസ്സുകളിലൂടെ ദൈവം നമ്മളിലേക്ക് പകരാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഈ അറിവ്. അതിന് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സഹകരിക്കുക. അപ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ ഒരു ഉദാഹരണത്തിനായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഈ അപ്പോസ്തലന്മാര് ഈ കൈവപ്പിലൂടെ ഇത് കൊടുത്തതിൻ്റെ കാര്യം നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇപ്പം ആരെങ്കിലും ഒരാൾ ഈ കേട്ടോണ്ടിരിക്കുന്നവരിൽ വായിക്കും. ഒന്ന് വായിക്കുക. പ്രവൃത്തികൾ 8-ാം അധ്യായം എടുക്കുക. അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കാം. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് നിർത്തിയാട്ടെ. ഈ ഒരു വാക്യത്തിൽ തന്നെ അതിന്റെ പശ്ചാത്തലം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വലിയൊരു പീഡനം ആദിമസഭയ്ക്ക് നേരിട്ടു. ഇവിടെയും ഈ വിഷയത്തോട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ സന്ദർഭവശാൽ പറയേണ്ടി വരുന്നുണ്ട്. അതായത് കർത്താവ് എന്താണ് ആദിമസഭയിലെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞ് ഏൽപ്പിച്ചത്? നിങ്ങൾ യെരുശലേമിൽ തുടങ്ങണം. യഹൂദ്യ, ശമരിയ, ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ ഈ കാര്യം പോയി പറയണം, ആളുകളെ അറിയിക്കണം. അതിനാണ് ഈ ശാക്തീകരണമൊക്കെ നടന്നത്. പക്ഷേ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരെല്ലാം മറന്നുപോയി. നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. നമ്മളെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ അത് നമ്മൾ മറന്നു പോവുകയാണ്. ഇവരെന്ത് ചെയ്തു? ഇവര് എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പൊ കർത്താവ് തിരിച്ചു വരും, ചിലപ്പോൾ നാളെ വരും, അല്ല ഇന്ന് വരും എന്ന് കരുതിക്കൊണ്ട് ഇവരൊരു കൂട്ടായ്മയുടെ സുഖം അവിടെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. കൂട്ടായ്മ തീർച്ചയായിട്ടും നല്ലതാണ്. പത്രോസും പറഞ്ഞു അവിടെ മറുമലയിൽ നമുക്കിവിടെ കൂടാരമൊക്കെ അടിച്ച് ഇവിടെ അങ്ങ് ഇരിക്കാമെന്ന് പറഞ്ഞു. ആ ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇന്ന് പല സഭകൾക്കുണ്ട് ഈ ടെൻഡൻസി. ഒരു കൂട്ടായ്മയിൽ അവരങ്ങോട്ട് കൂടി വന്നിരിക്കുമ്പോൾ അവര് ആ സുഖത്തിൽ, ഇതാണ് ആത്മീയം. പക്ഷെ ദൗത്യം മറന്നുപോയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഈ അപ്പോസ്തലന്മാർക്ക് പറ്റിയ അബദ്ധമാണ് ഇന്നാൽ അനേക സഭകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കംഫർട്ടബിളായി ഉള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് പാസ്റ്റർഷിപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസിയാണെന്ന് വരികിൽ ഇന്ന കൂട്ടായ്മയെ പോയാൽ നമുക്ക് നല്ല ഒരു ആത്മീയ സന്തോഷം കിട്ടും. അതാണ് ആത്മീയം, അതല്ല ആത്മീയം. ദൈവമക്കളെ, പത്രോസിനോട് പറഞ്ഞു നമുക്ക് താഴെ പരിപാടി ഉണ്ട്. താഴെ എന്താണ് പരിപാടി? കർത്താവിന്റെ ക്രൂശീകരണമാണ് പരിപാടി. പത്രോസിന്റെ തള്ളിപ്പറച്ചിലാണ് പരിപാടി. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ പത്രോസിന് നമ്മളെപ്പോലെയാണ്, പത്രോസിനെ പോലെ നമുക്കിതെല്ലാം സ്മൂത്തായിട്ട് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ദൈവാനുഗ്രഹം. പിന്നെ സഹോദരങ്ങളെ അങ്ങനെയല്ല. അതുകൊണ്ട് ഇവിടെ ഇവര് കൂടിയിരുന്നു. പെട്ടെന്ന് കർത്താവ് ഇടപെട്ടു. അപ്പൊ ചില പ്രയാസങ്ങൾ കർത്താവ് ഇടപെട്ടിട്ട് തന്നെയാണ് നമ്മുടെയൊക്കെ സഭയുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ വരുന്നത്. പെട്ടെന്ന് അവിടെ ഒരു വ്യത്യാസം വരികയാണ്. അവിടെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകും. പലപ്പോഴും പേഴ്സിക്യൂഷൻ ആരംഭിക്കുന്ന വെളിയിൽ നിന്നല്ല, അകത്തും തന്നെയാണ്.
അകത്തുണ്ടായ പ്രശ്നം എന്താണ്? ഭക്ഷണത്തെ ചൊല്ലിയാണ്. ഇന്നും പലപ്പോഴും അതുപോലെ ആ പ്രശ്നങ്ങളുണ്ടാകും. ഭക്ഷണത്തിൽ കുറേ പേരോട് വേറെ കൃത്യം കാണിച്ചു. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കും ഇന്നത്തെ സഭയുടെ ഒക്കെ പ്രശ്നങ്ങൾ. ഞാൻ ബൈബിൾ ക്ലാസ് പറയുമ്പോൾ ചെറിയ പ്രസംഗ ശൈലിയിലേക്ക് പോവാം, അതല്ല എൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ ഇത് മനസ്സിലാക്കണം. നമ്മുടെ എന്താണ് ഇന്നത്തെ സഭകളുടെയൊക്കെ പ്രശ്നം? അവിടെയൊക്കെ താരതമ്യങ്ങൾ, മുഖപക്ഷങ്ങൾ, അത് ചില ആളുകളെയൊക്കെ പിശാച് ഉപയോഗിക്കുന്നു വിചാരിച്ചു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ജാതി പ്രശ്നങ്ങൾ, വർഗീയത, ഇതൊക്കെ ഉണ്ടാവുകയാണ്. അതെല്ലാം അവൻ്റെ കയ്യിലെ പല ആയുധങ്ങളാണ്. ആദിമസഭയ്ക്കിട്ട് ഈ പ്രയോഗം നടത്തി. അപ്പൊ അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ വിട്ടച്ചിട്ട് ഈ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ശരി, ഞങ്ങളെ ഏൽപ്പിച്ച പണി എന്ന് പറഞ്ഞത് സാക്ഷികളാകാനായിട്ടാണ്. കാര്യം ഞങ്ങൾ മറന്നുപോയി, ഞങ്ങൾ ലോകത്തിൻ്റെ എമ്പാടും പോകേണ്ടവരാണ്, ഞങ്ങൾ സാക്ഷി. പക്ഷെ ഞങ്ങളിവിടെ ഇരിക്കുക നിങ്ങളുടെ കൂടെ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വേറെ കുറേ ആൾക്കാരെ നമുക്ക് അതൊക്കെ പരിശുദ്ധാത്മാവ് നടത്തുകയാണ്. സഭയിൽ ഉത്തരവാദിത്തങ്ങൾ, അതും ആത്മാനിറവുള്ളവരെ മേശയിൽ വിളമ്പാൻ ഏൽപ്പിക്കുകയാണ്. സൗകര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കണം. ആത്മനിറവ് വേണം എന്ന് പറഞ്ഞാൽ ആത്മസ്നാനമല്ല കേട്ടോ, ആത്മനിറവ്. വീണ്ടും തെറ്റിദ്ധാരണകളിലേക്ക് പോരും. ആത്മനിറവുള്ളവർ വേണം മേശമേൽ വിളമ്പുന്നതിന് പോലും. ഇപ്പൊ നമ്മളൊക്കെ ഈ എന്താണ് വെയിറ്ററായിട്ടല്ലേ കാണുന്നത് മേശമേൽ വിളമ്പുന്നവരെ? എന്തോ ഒരു പുച്ഛമായിട്ടല്ലേ? എല്ലാ ശുശ്രൂഷകളും ആത്മനിറവിൽ ചെയ്യണമെന്നാണ് സഭയുടെ കാര്യം. അതിനവർ കുറച്ച് പേർ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ സേപ്പാനോസ് പോയിട്ട് ഭയങ്കരമായിട്ട് തീഷ്ണതയോടുകൂടി, അത് ആത്മനിറവിൻ്റെ ഫലമാണ്, തീഷ്ണതയോടുകൂടി വചനം അങ്ങോട്ട് പ്രസംഗിച്ചു യഹൂദന്മാരോട്. പക്ഷെ അവർ അദ്ദേഹത്തെ കൊന്നു, രക്തസാക്ഷിയായി. ആ കൂടെയുള്ള ഒരാളാണ് ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസ് ഈ പ്രശ്നം വന്നപ്പോൾ ചിതറിപ്പോയവരുടെ കൂടെ ശമരിയിലേക്ക് പോയി. നോക്കുക, ദൈവാത്മാവിന്റെ നടത്തിപ്പ് നിങ്ങൾ നോക്കണം. ഈ ആത്മസ്നാനം ലഭിച്ച അപ്പോസ്തലന്മാരെല്ലാം കൂടെ അവിടെ കഞ്ഞി വെച്ചുകൊണ്ട് കൂടി ഇരുന്നപ്പോൾ ദൈവം അവിടെ ഒരു സഭയ്ക്ക് ഒരു പേഴ്സിക്യൂഷൻ അയക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയല്ല, ആ സാഹചര്യത്തിൽ അവർ ചിതറിപ്പോവാണ്. ചിതറിപ്പോയവർ വേർഡത്തെല്ലാം വചനം ശുശ്രൂഷിച്ചു. അതിൽ എടുത്തു പറഞ്ഞ ആളാണ് ഇവിടെ പറയുന്ന ഈ ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമരിയിലേക്ക് പോകുന്നത് ദൈവനിയോഗമാണ്. ഇവർ മടി പിടിച്ച് അല്ലെങ്കിൽ കൂട്ടായ്മയുടെ സുഖത്തിൽ ഇവർ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടി നിന്നപ്പോൾ ചിതറിപ്പിച്ചു. അത് ദൈവം തന്നെ ചിതറിപ്പിച്ചത്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങളോ അല്ലെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നതിന്റെ കാരണം ദൈവം തന്നെ നമ്മളെ മര്യാദ പഠിപ്പിക്കാനായിട്ട് അല്ലെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്നതായിട്ട് കൂടി നിങ്ങളൊന്ന് ചിന്തിച്ചോ ഈ കൂടെ. അപ്പൊ അങ്ങനെ ഫിലിപ്പോസ് പോയി പ്രസംഗിച്ചു. അപ്പൊ ഫിലിപ്പോസിന് കൈവെപ്പ് കിട്ടിയ ആളാ. ഈ 7 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരെ മേൽ കൈവച്ചു. വീണ്ടും ആ ഭാഗം വായിച്ചോളാം. അവരുടെ മേൽ കൈവച്ചു. ഇനി ബാക്കിയൊന്ന് വായിച്ചോട്ടെ. ഇപ്പൊ നമ്മുടെ സഹോദരനോട് ഞാൻ പറഞ്ഞ ഭാഗത്തിന്റെ മുമ്പേ വായിച്ച അതിന്റെ ഭാഗം. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ഒന്ന് നിർത്തിയാട്ടെ. അവർ കർത്താവ് അതും കൂടെ വായിച്ചോ. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫിലിപ്പോസ് കൈവെപ്പ് ലഭിച്ച ആളാണ്. ഈ കൈവെപ്പ് ലഭിച്ച ആളിന്റെ കയ്യിൽ കൂടെ വലിയ അത്ഭുതങ്ങളെല്ലാം അവിടെ നടക്കുക. ഇനി തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ഫിലിപ്പോസ് ഇങ്ങനെയുള്ള രോഗികളെ സൗഖ്യമാക്കുന്നു, അല്ലെങ്കിൽ അടയാളങ്ങളെല്ലാം കാണിക്കുന്നു. ഫിലിപ്പോസ് കാണിച്ചതിനൊക്കെ ആളുകൾ അങ്ങ് വിശ്വസിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ യെരുശലേമിൽ ഈ കാര്യം അറിഞ്ഞു. ഇവിടെയുള്ളവർ സ്നാനപ്പെട്ടിട്ടുണ്ട്, ഫിലിപ്പോസ് അവിടുന്ന് കൺവേർഷൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ യെരുശലേമിലിരിക്കുന്നു, കർത്താവ് പറഞ്ഞ സ്റ്റെപ്പാണ് ശമരിയെ പോകാന്നുള്ളത്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയും ആ സഭയിൽ അപ്പോസ്തലന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാരോട് വിവരം പറയുകയാണ് ഇവർ, അല്ലാതെ ഇവർ തോന്നിയ പോലെ അങ്ങോട്ട് പ്രവർത്തിക്കുകയല്ല. ഇവിടെ ഇങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അപ്പോസ്തലന്മാർ അങ്ങോട്ട് ആളയക്കുകയാണ്. ആരെയാണ് അയക്കുന്നത്? പത്രോസിനെയും യോഹന്നാനെയും. കാരണം അവർ അപ്പോസ്തലന്മാരാ. ഈ പറയുന്ന ഫിലിപ്പോസ് ഒരു ഇവാഞ്ചലിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു ഡീക്കനായിരുന്നു. ആ ഡീക്കൻ വചനങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവാഞ്ചലിസ്റ്റിന്റെ പണികൾ ചെയ്തുകൊണ്ടാണ് ശമരിയെ പോയത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ കൂടി വന്ന ആൾക്കാർക്ക് ആത്മവരങ്ങൾ ലഭിക്കണം. കാരണം 1-ാം നൂറ്റാണ്ടില് സഭയ്ക്ക് വചനം പുതിയ നിയമം എഴുതി കിട്ടിയിട്ടില്ല. അപ്പൊ സഭയിൽ കുറെ പേർക്ക് ഈ ആത്മവരങ്ങൾ കിട്ടണം. എന്നാലേ അവർക്ക് നിലനിൽപ്പിനുള്ള വചനം റെവലേഷനായിട്ട് കിട്ടത്തുള്ളൂ. ജ്ഞാനം, അന്യഭാഷ, പിന്നെ ഇത് കിട്ടാനായിട്ടുള്ള
മറ്റൊന്നാണ് പ്രവചനം. ജ്ഞാനം, പ്രവചനം, അന്യഭാഷ. ഇത് മൂന്നും വചനം ഇങ്ങോട്ട് കിട്ടാനായിട്ടുള്ള സാധനങ്ങളാണ്, അതിനുള്ള അംശമായ മാർഗങ്ങളാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആര് വരണം? ഫിലിപ്പോസിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഫിലിപ്പോസ് ഇവിടുത്തെ ഈ ഫിലിപ്പോസ് കൈവപ്പ് കിട്ടിയ ആളല്ലേ. ഫിലിപ്പോസിന് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതിന് യെരുശലേമിൽ നിന്ന് ആള് വരേണ്ടി വന്നു. ആര് വരേണ്ടി വന്നു? അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും വരേണ്ടി വന്നു ഇവിടെ. അപ്പൊ ഒരു വാക്ക് അവിടെ ശ്രദ്ധിച്ചായിരുന്നോ? അവരുടെ മേൽ കൈവച്ചു, അവർക്ക് ആത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതായത് 16-ാം വാക്യമാണ് ഞാൻ ഇപ്പൊ വായിക്കുന്നത്. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. നിങ്ങളിവിടെ മേലിലും അകത്തുള്ളതിനെ വ്യത്യാസമായിട്ട് തന്നെ കാണണം. ഇവിടെ അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. പിന്നെ എന്നാ അവർ ചെയ്തത്? അല്ല, എന്താ അവർക്ക് കിട്ടിയത്? അടുത്ത വാക്യത്തിൽ പറയുന്നു, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. അപ്പൊ സ്നാനമേക്കുമ്പം കിട്ടത്തില്ലേ ആത്മാവിനെ? അങ്ങനെയാണെങ്കിൽ പത്രോസ് പ്രവർത്തികൾ 2:38 പറഞ്ഞാൽ തെറ്റിപ്പോയില്ലേ? പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നിട്ട് പിന്നെ ഞങ്ങൾ വന്ന് കൈവെക്കാന്നല്ല പറഞ്ഞത്. നിങ്ങൾ സ്നാനമേൽപ്പീൻ എന്നാൽ എന്നാ കിട്ടും? പരിശുദ്ധാത്മാവും ദാനം കിട്ടും. അപ്പൊ ഈ ദാനം എല്ലാം ദാനമാണ് കേട്ടോ. പരിശുദ്ധാത്മാവ് മേൽ വരുന്നതും അകമേ വരുന്നതും എല്ലാം ദൈവം നൽകുന്ന ദാനം തന്നെയാണ് ഇതെല്ലാം. പക്ഷേ ഒരുവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വസിക്കാൻ വരുന്നതിനുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ പറഞ്ഞത്. മാനസാന്തരപ്പെടണം. വിശ്വസിച്ചവരാണ് അവിടെ ഒന്ന് ചോദിച്ചത്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പം വിശ്വാസം ഉള്ളവരോട് പത്രോസ് പറയുകയാണ്, യഹൂദന്മാരാ വന്നത്. ആ വിശ്വാസമുള്ള യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇനി ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ളതിന്റെ കാരണം, യേശുവിന് കിട്ടിയ അധികാരമാണ് ഈ നാമം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ചില ആൾക്കാർ അതിനെ രണ്ടായിട്ടൊക്കെ കാണാറുണ്ട്. ആ വിഷയത്തിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല, എങ്കിലും ഞാൻ സൂചിപ്പിച്ചെന്നുള്ളേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ യേശുവിന് കിട്ടിയ അധികാരത്തിന്റെ കീഴിലാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ മുഴുവനും സ്നാനം നടന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ ദൈവം നൽകാവുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് പാപങ്ങളുടെ മോചനം, 2 പരിശുദ്ധാത്മാവെന്ന ദാനം. അപ്പൊ ആ വാഗ്ദത്തം ദൈവം സ്നാനപ്പെടുന്ന എല്ലാവരിലും നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മദാനം നമ്മുടെ ഉള്ളിൽ വന്ന് വാസിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും മേലുള്ളത് കിട്ടുന്നില്ല. ഇവിടെ ഫിലിപ്പോസിന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ദാനം കിട്ടി. ഇല്ലെങ്കിൽ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനല്ല എന്ന് പറയേണ്ടി വരും. സ്നാനമേൽക്കുന്നവൻ പിന്നെ കുറഞ്ഞ നാൾ കാത്തിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അത് അപ്പോസ്തലന്മാരാ പറഞ്ഞത്, യെരൂശലേമിൽ പോയി കാത്തിരിക്കാൻ. ഇവിടെ സ്നാനമേൽക്കുന്നവന് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ് അന്നേരെ കൊടുത്തു. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ ആ വാക്ക് കേട്ട് വിശ്വസിച്ചവര് 3000 പേര് അന്ന് തന്നെ സ്നാനമേറ്റു സഭയോട് ചേർന്നു. ആ 3000 പേരിൽ ഒരുത്തം പോലും ഈ പറയുന്ന മേൽ വരുന്ന ഇടപാടുകൾ കാണിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അവരാരും അന്യഭാഷ സംസാരിച്ചില്ല, പ്രവചിച്ചില്ല. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളം നടന്നാ പറയുന്നത്. ഈ 3000 പേരുടെ കയ്യാൽ ഒന്നും നടന്നതായിട്ട് പറയുന്നില്ല. അപ്പോ ദാനമായിട്ട് സ്നാനമേൽക്കുന്നവനിൽ ലഭിക്കുന്നത് പാപമോചനവും പരിശുദ്ധാത്മാവുള്ളിൽ വസിക്കുക എന്നുള്ളതാണ്. ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്ത് വന്ന് താമസിച്ച് ഓരോ ദിവസവും ആത്മാവിനാൽ നടത്തപ്പെടുക എന്നൊക്കെ പറയുന്നു. വചനത്താൽ നടത്തപ്പെടുന്ന ആ ഒരു അനുഭവത്തിൽ നമ്മളെ ഇതാകുന്നു വഴി എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാര്യമാണ്. അത് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ എനിക്കറിയാം? ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പത്രോസിനോട് ദൈവം പറഞ്ഞതാണ്, നിങ്ങൾ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റെന്നാൽ നിങ്ങൾക്ക് പാപമോചനം കിട്ടും, പരിശുദ്ധാത്മാവ് ദാനം കിട്ടും. കിട്ടി. ആ കിട്ടിയവർക്ക് ഇനി അവരുടെ മേൽ വരണം. മേൽ വരേണ്ടതിന്റെ ആവശ്യം എന്നതാ? അവരിൽ ഇതുപോലെയുള്ള വരങ്ങൾ അത്ഭുതകരമായ കൈവപ്പിനാൽ ലഭിക്കുന്നതാണ്. അപ്പോസ്തലന്മാർക്ക് കിട്ടിയ പരിപാടി അല്ല ഇവിടെ. അത് ആത്മസ്നാനമാണ് അപ്പോസ്തലന്മാർക്ക് കിട്ടിയത്.
ഇവിടെ ഫിലിപ്പോസിന് കൈവച്ച് കൊടുക്കാൻ സാധിച്ചില്ല, കാരണം ഫിലിപ്പോസിന് കിട്ടിയതാ അപ്പോസ്തലന്മാരുടെ കയ്യിൽ നിന്ന്. അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള യാതൊരു കഴിവും ഫിലിപ്പോസിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ യെരൂശലേമിൽ നിന്ന് വരേണ്ടി വന്നത്. എന്നിട്ട് അവര് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചപ്പോൾ, ബാക്കി വായിച്ചേ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. ഇപ്പൊ നോക്കുക, പത്രോസ് അവനോട് മതി അത് മറ്റൊരു വലിയ വിഷയത്തിലേക്ക് പോവാണ് നമ്മള്. എങ്കിൽ നമുക്ക് ഇത്രയും മതി ഇപ്പോ. അതായത് ഇത് ഈ അവരുടെ മേൽ വന്നതിനെ കണ്ടപ്പോൾ മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോ ഈ കൈവപ്പ് ലഭിച്ച ഫിലിപ്പോസിന് വേറെ ഒരാൾക്ക്, അല്ലെ അദ്ദേഹം സ്നാനപ്പെടുത്തിയ ആളുകൾക്ക് അവരുടെ മേൽ വരുന്ന പരിപാടി ചെയ്യാനുള്ള അധികാരമില്ലെന്നായി പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പൊ ഫിലിപ്പോസിന്റെയും ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ ലഭിച്ച ആളുകള് തുടർന്നിത് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അത് ആത്മവരങ്ങളുടെ കൂട്ടത്തിൽ അത് നിന്നുപോയി എന്നുള്ളത് സ്ഥാപിക്കുമ്പോൾ ഇത് വീണ്ടും നമ്മൾ സംസാരിക്കും. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള ഈ കഴിവ് എവിടെ കിട്ടി? അവർക്ക് അവരുടെ ആത്മസ്ഥാനത്തോടെ കിട്ടി. മറ്റുള്ളവർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ നാലാമത്തെ ഒരു റീസൺ ഉണ്ട്. ഇത് എന്താണ് ഇവർക്ക് ആത്മസ്നാനം കൊണ്ട് ലഭിച്ച അനുഗ്രഹം അല്ലെങ്കിൽ ഉദ്ദേശം എന്തായിരുന്നു? സഭ സ്ഥാപിക്കുവാനും സഭയിൽ ശിക്ഷണ നടപടികളൊക്കെ ആവശ്യമായി വരുമ്പോൾ അതൊക്കെ ചെയ്ത് സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുമ്പോട്ടൊന്ന് നടത്താൻ ആവശ്യമായ ലീഡർഷിപ്പും ശക്തിയും വേണം. ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇതൊരു പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ മനുഷ്യര് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുകയാണ് അവിടെ. അതിന് അവരെ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് ഈ ആത്മസ്നാനം. ആ ആത്മസ്നാനത്തിലൂടെ അവർക്ക് സാധിച്ചു. അപ്പൊ പെന്തക്കോസ്ത് നാളില് സഭ ആരംഭിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ലോകാവസാനത്തോടും. എങ്ങനെയാണ്? കർത്താവ് ഈ അപ്പോസ്തലന്മാരിലൂടെ ആത്മസ്നാനത്തിലൂടെ കർത്താവ് ആ സഭയെ നയിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തു. അങ്ങനെയാണ് ഈ സഭയുടെ ശൈശവാവസ്ഥയില് സഭയുടെ ആരാധനാ ക്രമങ്ങളൊക്കെ ആരാണ് പറഞ്ഞു കൊടുത്തത്? ഈ അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ടാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും അല്ലെങ്കിൽ അപ്പം നുറുക്കിയും ഒക്കെ പോന്നു എന്നുള്ള സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത്? അത് ഈ അപ്പോസ്തലന്മാർക്ക് ആത്മസ്നാനത്തിലൂടെ സഭയെ എങ്ങനെയാണ് ക്രമീകരിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആ കഴിവ് കൊടുക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ ഈ അതിൻ്റെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ ഒരു ശിക്ഷണ നടപടിയൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ആദിമ സഭയിൽ ചില നമ്മളെ പോലെയുള്ള മനുഷ്യർ അന്നും അവിടെ ഉണ്ടായിരുന്നു വിചാരിച്ചാൽ മതി. അനന്യാസും സപ്പീറയും അവര് കുറെ അവരുടെ വസ്തുക്കളെല്ലാം കൂടെ വിറ്റിട്ട് അവര് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. അവരോട് ആരും പറഞ്ഞില്ല കാൽക്കൽ കൊണ്ടുവന്ന് വെക്കാൻ. ഇവിടെ നമ്മൾ ചിന്തിച്ചോണം, ഇതും കമ്മ്യൂണിസവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. നമ്മുടെ അപ്പോസ്തലന്മാര് നിർബന്ധിച്ചിട്ട് സഭയിലുള്ള എല്ലാവരുടെയും കയ്യിൽ നിങ്ങളുടെ വസ്തുവകളൊന്നും കൂടെ വെക്കരുത്, എല്ലാം വിറ്റിട്ട് വന്നാൽ മാത്രമേ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. വേറെ ചില ആൾക്കാർ പറയും, ധനവാനായ പ്രമാണി വന്നപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞു, നീ ന്യായപ്രമാണം പ്രമാണിക്കാൻ പറഞ്ഞു, നിത്യജീവൻ പ്രാപിക്കാൻ എന്നാ ചെയ്യണം? നീ ന്യായപ്രമാണം പ്രവർത്തിക്കാം. കാരണം അവൻ ന്യായപ്രമാണം കാലത്താണ് ജീവിച്ചത്. ന്യായപ്രമാണം കാലത്ത് ജീവിച്ചതിനോട് ന്യായപ്രമാണം പ്രവർത്തിക്കാനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അവനോടനെ പോയി സ്നാനപ്പെടുന്ന കാര്യമോ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം കർത്താവ് അന്നും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മരണവും അടക്കവും എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ പാവമോചനത്തിലുള്ള സ്നാനമൊക്കെ വരത്തുള്ളൂ. അപ്പൊ അവനോട് ഇത്രേ പറഞ്ഞുള്ളൂ, നീ ന്യായപ്രമാണം പ്രാപിച്ചു. ഒന്ന് അവൻ വളരെ വീരവാദം പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ജനിച്ചപ്പം മുതലേ, ചെറുപ്പം മുതലേ ഞാൻ എല്ലാം ക്ലിയറായിട്ട് ചെയ്യുന്ന ആളാണ്. അവൻ പറയുന്ന നുണയാണ്. അത് അവന് തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കർത്താവിന്. കാരണം അവന്റെ ഉള്ളിൽ വേറെ ചില വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവന്റെ ഉള്ളം കാണുന്നത്. കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ ദുഃഖിച്ചുകൊണ്ട് കടന്നു പോവാണ്. കാരണം അവന് ഒത്തിരി പൈസയുള്ള ആളാണ്.
ഇതെന്തിനാണ് കർത്താവ് പറഞ്ഞത്? ഇന്ന് ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങളെല്ലാം വിറ്റിട്ട് എൻ്റെ പുറകെ വന്നാൽ മാത്രമേ എൻ്റെ ശിഷ്യന്മാരാകാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് കുറേ ഭാഷമാർ ചോദിക്കും, നിങ്ങൾക്കെല്ലാം വിറ്റിട്ടാണോ നിങ്ങൾ ഈ പുറകെ പോടുക? ഞങ്ങളും എല്ലാം വിറ്റിട്ട് വേണോ ഈ കർത്താവിനോട്? അങ്ങനെ ഒരു ഉപദേശം ബൈബിളിലില്ല. ബൈബിള് പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയും സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയും കരുതാത്തവൻ ഈ ജാതികളെക്കാട്ടി അധവനാണെന്ന് പറയുന്നു. അപ്പൊ ഇത് അതിന്റെ കോണ്ടക്ഷൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതാ മുമ്പേ ഞാൻ പറഞ്ഞത്, ഒരു വാക്യം എടുത്ത് വെച്ചിട്ട് അതിനെ എല്ലായിടത്തും കയറി അങ്ങ് പ്രവർത്തിക്കും. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, എല്ലാം വിൽക്കാതെ കർത്താവിന്റെ പുറകെ വരാൻ പറ്റത്തില്ല എന്നുള്ളത്. വഴി വളരെ ഇടുക്കൊക്കെ ഉള്ളതാണ്. അവിടെ ത്യജിക്കേണ്ടതൊക്കെ ത്യജിക്കേണ്ടതുമാണ്. പക്ഷെ നിനക്കുള്ളത് എല്ലാം വിറ്റിട്ട് നീ ഭിക്ഷ അയച്ചുകൊണ്ട് വേണം കർത്താവിന്റെ വേല ചെയ്യാന്ന് ദൈവവചനം പഠിപ്പിക്കുക. അത് സന്യാസമാണ്. അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിളില് പഠിപ്പിക്കുന്നത് കമ്മ്യൂണിസവും അല്ല. എല്ലാവരും വിറ്റിട്ട് കൊണ്ടുവരാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പഠിപ്പിച്ചത് അത് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുവാണ്. ആർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി പാടില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രമാണം ബൈബിളിൽ ഇല്ല. ഇവിടെ സത്യത്തിൽ ആ വിറ്റിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം എങ്ങനെയുണ്ടായി? കർത്താവ് പറഞ്ഞതുപോലെ ഓരോരോ ദേശത്തേക്ക് പോവുക അല്ല അവർ ചെയ്തത്. അവർ ചെയ്തത് അവിടെ തന്നെ കുടിലും കിട്ടി, അല്ലെങ്കിൽ പൊതു ഭക്ഷണശാലയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കമ്മ്യൂണൽ ലൈഫ് അവരവിടെ ആരംഭിച്ചു. അത് പരാജയമാണ്. സുവിശേഷം അറിയിക്കുന്നതിനല്ല, കമ്മ്യൂണൽ ലൈഫ് അല്ല സുവിശേഷം അറിയിക്കുന്നത്. പുറപ്പെട്ട് നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അവർ ചെയ്യാത്തതുകൊണ്ടാണ് ഈ പീഡനമൊക്കെ അയക്കുകയും അവരെ നാനാ വഴിക്ക് ചെതറിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ അപ്പല്ലോസ് അല്ലല്ലോ, ഇവരുടെ കൂടെ അല്ലല്ല ബർന്നബാസ് ഇത് വിറ്റിട്ട് ആരും പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഒരു ആവശ്യം. ചില വിശ്വാസികളുണ്ട് ഇങ്ങനെ, അവർക്ക് തോന്നുന്ന സഭയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. അവരോട് ആരും പറഞ്ഞിട്ടല്ല, അവരത് വിറ്റിട്ട് അദ്ദേഹം കൊണ്ടുവന്ന് ആരെയും കാണിക്കാനും അല്ല. സ്വാഭാവികമായിട്ട് അപ്പസ്തലന്മാർ പറഞ്ഞാണ്, ഈ മനുഷ്യന് ഈ ആവശ്യം അറിഞ്ഞിട്ട് നമുക്ക് കൊണ്ട് തന്നല്ലോ ഇത് കേട്ടപ്പോൾ വേറെ ചിലർക്ക് തോന്നി നമുക്കും കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് പക്ഷേ മുഴുവൻ കൊടുക്കാൻ വിശ്വാസമൊന്നുമില്ല, ദൈവം നടത്തുന്നുള്ള വിശ്വാസമൊന്നുമില്ല. ഇയാൾ മനുഷ്യനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ കാര്യത്തിൽ പകുതി കട്ടോ അല്ലെങ്കിൽ പകുതി അവർ മറച്ചു വെച്ചിട്ട്, നിങ്ങൾക്ക് കഥയൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ സംഭവിച്ചത്. അപ്പോൾ അപ്പസ്തലന്മാർ ശക്തമായ ഒരു ശിക്ഷണ നടപടി നടത്തുക. ഭാര്യയും ഭർത്താവും മരിച്ചു, കാരണം കള്ളം പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് കള്ളം പറയുന്നതിന് ഇതുപോലെ ഒരു ശിക്ഷ കിട്ടുകയാണെന്ന വരിയിൽ നമ്മളിൽ എത്ര പേര് കാണും സഭയിൽ? എല്ലാവരുടെയും കാര്യം പറയുക, എത്ര പേര് കാണും? കള്ളം പറയുന്നവനെയൊക്കെ ഇതുപോലെ അന്നേരം തന്നെ മരിച്ചു വീഴുന്നതിനുള്ള ശിക്ഷണം നടപ്പാക്കുവാണെങ്കിൽ, പക്ഷെ പിന്നെ നമ്മൾ വാങ്ങി എല്ലാവർക്കും ഭയമായി. അതാ ആദിമ സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഈ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തി അവർ തെളിയിക്കുകയാണ്, ഇത് ദൈവീയ കാര്യമാണ്, തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. അത് വളരെ ഗൗരവമായിട്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ അപ്പോസ്തലന്മാർ ഇന്നുണ്ടോ? ഇന്ന് പലരും അപ്പോസ്തലന്മാർ നടക്കുന്നുണ്ടല്ലോ. ആർക്കുണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ അമാനുഷികമായിട്ടുള്ള ശക്തി? വേറെ ചില ഈ കാപട്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇതുണ്ടോ? അപ്പൊ അപ്പോസ്തലന്മാർക്ക് ഈ കഴിവ് കൊടുത്തു. എന്തിന്? സഭയെ ശിക്ഷണത്തിൽ എങ്ങനെയാണ് ഈ സഭ മുമ്പോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ നയിക്കുന്നതിന് വേണ്ടിയാണ് അവർക്കത് നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഈ പ്രവൃത്തികൾ 6:1 മുതൽ 7 വരെ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാമോ? 6. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ദൈവാത്മാവ് ഞങ്ങളെ നടത്തുന്നത് നിങ്ങളിൽ തന്നെ ആത്മനിറവുള്ള കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ അവരെ ഈ വേലയ്ക്ക് ആക്കാം. എവിടെ കിട്ടി ഇവർക്ക് ഈ ജ്ഞാനമൊക്കെ? എവിടെ കിട്ടി ഇവർക്ക് ഇതിനുള്ള കഴിവൊക്കെ? ദൈവം ഈ ആത്മസ്നാനത്താൽ കർത്താവ്
ഇവർക്ക് ഈ കഴിവ് കൊടുത്തു. എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ ഒരു ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ ഞങ്ങളുടെ പണി എന്താണ്? ഞങ്ങൾ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാമെന്ന് പറഞ്ഞു. വേറെ വേദഭാഗങ്ങളുണ്ട്. ഇപ്പം ഞാനത് നമുക്ക് ഇന്നത്തെ ടൈമിൽ വായിക്കാൻ പറ്റുന്നില്ല. ഒന്ന് പറഞ്ഞു തരാം, ഒന്ന് എഴുതിയെടുത്തോളുക. 14:23 14:23 11:30 ഇവരിങ്ങനെ ഇതിനെ ഒരു 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 ആധികാരികമായി ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ റെഫറൻസുകളാണ് ആ പറഞ്ഞത്. പ്രവൃത്തികൾ 14:23 11:30 ഇതൊന്ന് നോട്ട് ചെയ്തുകൊള്ളുക. പിന്നെ നമുക്ക് അനന്യാസിനെയും സഭയുടെയും കാര്യം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞു. ഇനി ഈ സഭയുടെ പുരോഗമനത്തിൽ അവരുടെ ഈ വലിയ ആധികാരികത ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഫിലിപ്പോസ് പോയിട്ട് അതൊരു വലിയ സ്റ്റെപ്പാണ്. ഫിലിപ്പോസ് എങ്ങോട്ടാണ് പോയത്? ശമരിയയിലാണ്. അപ്പം ശമരിയക്കാർ തൊട്ടുകൂടാൻ പറ്റാത്ത ആൾക്കാരാണ്, മോശപ്പെട്ട ആൾക്കാരാണ്, മിക്സ്ഡാണ്. യഹൂദനും മറ്റ് ജാതികളുമായിട്ട് മിക്സായിട്ട് വന്നിട്ടുള്ള ഒരു വർഗമാണ്. അപ്പം യഹൂദനും നിഷിദ്ധമാണ്, അതിനോട് നടക്കുക പോലുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഇദ്ദേഹം പോയി പ്രവർത്തിച്ചപ്പോൾ, ഫിലിപ്പോസ് പോയി പ്രവർത്തിച്ചപ്പോൾ ഇവർ അവിടുന്ന് ഉടനെ ആളിനെ അയക്കുകയാണ്, പത്രോസിനെയും യോഹന്നാനെയും. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ആ ഒരു കഴിവ്, ആ ഒരു നടത്തിപ്പ്, ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാ സ്നാനത്തിൽ കൂടിയാണ് അവർക്ക് ലഭിച്ചത്. അപ്പം ഇവിടം കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിർത്തുകയാണ്. വരുന്ന ക്ലാസ്സിൽ കൊർന്നല്യോസിന്റെ വീട്ടിലെ ഉദ്ദേശം എന്തായിരുന്നു? ഇതല്ല അവിടുത്തെ ഉദ്ദേശം. തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശമാണ്. ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. വചനം വിഭജിച്ച് പഠിക്കണം. പരിശുദ്ധാത്മ സ്നാനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ ശക്തിയെല്ലാം ലഭിച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ്ടല്ലേ. അപ്പൊ പിന്നെ കൊർന്നല്യോസിന്റെയോ? തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശമാണ്. നമ്മൾ ദൈവത്തെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദൈവം തന്റെ വചനത്തിൽ ഓരോ കാര്യത്തിനും ഓരോ ഉദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് വരുന്ന ആഴ്ച പ്രാർത്ഥനയോട് വരിക. കൊർന്നല്യോസ് നൽകുന്ന തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശം വളരെ വിശദമായി നമ്മൾ പഠിക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടുക. നമ്മുടെ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഇടുക. നേരിട്ട് വിളിക്കുന്നതിനേക്കാട്ടും നല്ലത് ഗ്രൂപ്പിലിടുന്നതാണ് കേട്ടോ. കാരണം അതെനിക്ക് സമയം പോലെ നോക്കാൻ പറ്റും. നേരിട്ടൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ലേറ്റായി പോയിരിക്കും, ഞാൻ പല കാര്യങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട് ഇരിക്കുകയായിരിക്കും. നിങ്ങൾ ഗ്രൂപ്പിലിടുക. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഉത്തരങ്ങളൊക്കെ ദൈവം തരും. ഇവിടെ എൻ്റെ കഴിവോ പഠനമോ ഒന്നും അല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം പറഞ്ഞതിനെ അംഗീകരിക്കുന്നവർക്ക് ഇത് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് സംശയം ഉണ്ടെന്ന് വരികയാണെങ്കിൽ ചോദ്യം ചോദിക്കാം. പക്ഷേ ഞാൻ 100% ഉറപ്പോടെ പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പ്രതിഫലനമാണ്. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ.